നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു മിനിറ്റ് വിനയ, ഒന്ന് പോസി. വിനയ, കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്തേ. അമ്മ വരുന്നത് തുടക്കം മുതലൊന്ന് കാണിച്ചേ. ഇതായിരിക്കും ആ ഗ്യാസ് ലീക്കായ സംഭവം അല്ലേ? അതെ, ഇതൊന്ന് കോപ്പി ചെയ്യേണ്ടി വരും. അത് കോപ്പി ആയിക്കൊണ്ടിരിക്കുക. അതെ, നമുക്കിപ്പോ വേണ്ടത് ഫുഡ് പോയ്സൺ ഉണ്ടായതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ? ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ആയല്ലോ. ഒരു വിവരം ആരും ഒന്നും പറയുന്നില്ല. ഡോക്ടർ അകത്തുണ്ടല്ലോ അമ്പിളി. അവര് നോക്കിക്കോളൂന്ന് കരുതി സമാധാനിക്കാനല്ലേ നമുക്ക് പറ്റൂ. സാധാരണ പ്രസവിക്കാറായെന്ന് തോന്നുമ്പോഴേ ലേബർ റൂമിലേക്ക് കയറ്റുന്നത്. എന്താവും ദൈവമേ, എന്തായിരിക്കും ഇത്രയും താമസിക്കുന്നേ? അത്രയധികം സമയമൊന്നും ആയിട്ടില്ല. നീ നമ്മുടെ ടെൻഷൻ കൊണ്ട് തോന്നുന്നതാ. അതെ, ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാനുള്ളൊരു കാത്തിരിപ്പും പുതിയൊരു യുഗം പിറക്കാനുള്ള കാത്തിരിപ്പും ഒരുപോലെ തന്നെയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ചീരു പ്രസവിച്ചോ? ധൃതി വെക്കല്ലേ. ചീരുവിന്റെ കേസില് നോർമൽ ഡെലിവറി റിസ്ക് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അയ്യോ, എന്താ ഡോക്ടർ, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്ലഡ് പ്രഷർ നോർമൽ ആവുന്നില്ല. പെയിൻ കൂടുന്തോറും ഹൈ BP പോയിക്കൊണ്ടിരിക്കുക. അത് നോർമൽ ഡെലിവറിയില് അമ്മയ്ക്ക് അപകടം ഉണ്ടാക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തില് BP കൺട്രോൾ ചെയ്ത് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം പറയണം മാഷെ. ഇനിയിപ്പോ തീരുമാനിക്കാനൊന്നുമില്ല ഡോക്ടർ. ഡോക്ടർക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തോളൂ. ഞങ്ങൾക്ക് സമ്മത. ലതികയും ലംബോദരൻ എന്തു പറയുന്നു? അതെ മാഷെ, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരപകടം വരാതിരുന്നാ മാത്രം മതി. ഓക്കെ, അപ്പൊ ചീരുവിനെ ഉടനെ തിയേറ്ററിലേക്ക് മാറ്റാം. ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്റർ ഒന്ന് പറയും. വരൂ. ഈ വിനയൻ സിസേറിയൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. അതൊന്നും നടപ്പാവുന്ന കാര്യമല്ല. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ നിങ്ങളും കേട്ടതല്ലേ? അതല്ലെങ്കിലും ഡോക്ടർ പറയുന്നതിനപ്പുറം വേറൊന്നുണ്ടോ മാഷെ?